ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 18-ാം വാരം ചൊവ്വാഴ്ച. സുവിശേഷത്തിലൂടെ നമ്മുടെ ധ്യാനചിന്തയായി മാറുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. തിരുസഭയോടൊത്ത് നമ്മൾ യേശുവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുകയാണ്. യേശുവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു കൂട്ടുകാരനെ ഓർത്തു പോവുകയാണ്. 2018 വല്ലാർവാടം ബസിലിക്ക ദേവാലയത്തിൽ വെച്ച് അവനെ മീറ്റ് ചെയ്തു. അവിടെ അടിമ കഴിക്കാൻ വേണ്ടി കുടുംബത്തോടൊപ്പം വന്നപ്പോഴാണ് അവനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നത്. അന്ന് കണ്ടപ്പോൾ ഞാൻ അവനോട് ആദ്യം ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു: നിന്റെ വലിയൊക്കെ നിന്നോ? അവനൊരു ചെയിൻ സ്മോക്കറായിരുന്നു. അവന് പുകവലിയില്ലാതെ പറ്റില്ലായിരുന്നു. ഞാൻ അവനോട് അന്ന് ചോദിച്ച ചോദ്യത്തിന് അവൻ ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് വലിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, നോമ്പാണോ? നോമ്പെന്നൊക്കെ പറയാമെന്ന് അവൻ മറുപടി പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഭാര്യ പ്രഗ്നൻ്റാണ്. അവളെയും കുഞ്ഞിനെയും സുരക്ഷിതമായിട്ട് എൻ്റെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടി, എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ദൈവത്തോടൊരു പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഞാൻ പുകവലിക്കില്ല. ഞാൻ അവനോട് ചോദിച്ചു, അത് കഴിഞ്ഞിട്ടോ? അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനിനി വലിക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നൽകിയ പുതിയ കുടുംബത്തെക്കുറിച്ച് ഓർത്ത്, തൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കുറിച്ച് ഓർത്ത് രൂപാന്തരപ്പെടുന്ന, ജീവിതത്തിൽ രൂപാന്തരപ്പെടുന്ന ഒരുവനാണ് അവനിൽ ഇന്ന് കാണാൻ പറ്റിയത്. ഇന്ന് സുവിശേഷത്തിൽ ഈശോ 3 ശിഷ്യന്മാരുടെ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെടുന്നുണ്ട്. ഈശോയുടെ രൂപാന്തരീകരണത്തിൻ്റെ പ്രത്യേകതയായിട്ട് 3 കാര്യങ്ങൾ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. 1, അവൻ്റെ വസ്ത്രം വെണ്മയും തിളക്കവുമുള്ളതായിട്ട് മാറി. ഒരലക്കുകാരനും ഭൂമിയിൽ വെളുപ്പിക്കാൻ പറ്റാത്തത്ര തിളക്കവും വെണ്മയും ഉള്ളതായിട്ട് മാറി. 2, മോശയും ഏലിയായും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു. ഏറ്റവും അവസാനമായി 3, മേഘം ആവരണം ചെയ്യുന്നതും മേഘത്തു നിന്ന് ഒരു സ്വരവും അവർ കേട്ടു. കേട്ട സ്വരം ഇങ്ങനെ പറഞ്ഞു: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവൻ. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് രൂപാന്തരപ്പെടുന്ന, രൂപാന്തരീകരണത്തിൻ്റെ നന്മ ലഭിക്കുന്ന ഈശോയെ നമ്മളിവിടെ കാണുകയാണ്. ഇന്ന് ഈ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കണം: എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിനു വേണ്ടി, എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി നന്മയിലേക്ക് അത്രമാത്രം രൂപാന്തരപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. രൂപാന്തരീകരണം എന്ന് പറയുന്നത് ഒരു ചേഞ്ചാണ്. നന്മയിലേക്കുള്ള, നല്ലതിലേക്കുള്ള ഒരു മാറ്റം. നമ്മളെല്ലാവരും ജീവിതത്തിൽ ചില പ്രോമിസുകൾ, തീരുമാനങ്ങൾ, വാഗ്ദാനങ്ങൾ നടത്താറുണ്ട്, എടുക്കാറുണ്ട്. കുമ്പസാരത്തിന് ശേഷം, അതുമല്ലെങ്കിൽ ജീവിതത്തിലെ സ്പെഷ്യലായിട്ടുള്ള ഏതെങ്കിലും മോമെൻറ്റ്സിൽ നമ്മൾ ചില പ്രോമിസുകൾ, ചില തീരുമാനങ്ങൾ എടുക്കാറും കൊടുക്കാറുമുണ്ട്. അങ്ങനെയുള്ള പ്രോമിസുകളും തീരുമാനങ്ങളും ഒക്കെ എത്രമാത്രം പാലിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം അതൊക്കെയാണ് നമ്മളെ നന്മയിലേക്കുള്ള, നല്ലതിലേക്കുള്ള രൂപാന്തരീകരണത്തിന് സഹായിക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വചനം ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട്: നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഈശോയുടെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ പ്രതിയും കൂടെയുള്ളവരുടെ നല്ലതിനു വേണ്ടിയും നമ്മൾ ഇനിയും കുറേയൊക്കെ ചേഞ്ച് ആവാനുണ്ട്. എന്തൊക്കെയോ നല്ല മാറ്റങ്ങൾ നമ്മളിൽ സംഭവിക്കാനുണ്ട്. അത് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മളും കുറേ കൂടി വിശുദ്ധിയുള്ളവരായിട്ട് മാറും. വിശുദ്ധരുടെ സഹവാസത്തിൽ ജീവിക്കുന്നവരായിട്ട് മാറും. അപ്പോൾ ദൈവവും നമ്മളെക്കുറിച്ച് പറയും: ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന്. അതിലും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി നമുക്ക് എന്താ ലഭിക്കാനുള്ളത്? ഇന്ന് പ്രാർത്ഥിക്കാം: ദൈവമേ, നല്ല നല്ല രൂപാന്തരീകരണങ്ങൾ, മാറ്റങ്ങൾ ഞങ്ങളിൽ കൊണ്ടുവരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ നിന്റെ മഹത്വത്തിന് വേണ്ടി, കൂടെയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് മാറാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം
നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.